നമസ്കാരം. JP ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രചരണം അഥവാ ശബ്ദ പ്രചരണം അത് അവസാനിച്ചിരിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ സ്ഥാനാർത്ഥിയും നമ്മൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച അവരുടെ വികസന കാഴ്ചപ്പാടുകളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വാർഡിന്റെ ജനപ്രതിനിധി ആരാകണമെന്ന് ഉറച്ച ഒരു തീരുമാനത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നാം ഓരോരുത്തരും. കഴിഞ്ഞ ഒരു മാസത്തിലേറെക്കാലമായി നീണ്ടുനിന്ന പ്രചരണ കോലാഹലങ്ങൾക്ക് താൽക്കാലിക വിരാമമായ ഈ ഒരു സാഹചര്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ സംവിധാനവും എങ്ങനെയാണ് തങ്ങളുടെ പ്രചരണങ്ങളെ വിലയിരുത്തുന്നത് എന്നത് കൂടി അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡുകളിലായി മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന LDF UDF സഖ്യത്തിലെ ഈ രണ്ട് സഖ്യങ്ങളാണ് പ്രധാനമായും മാറഞ്ചേരിയിൽ മത്സരരംഗത്തുള്ളത് എന്നുകൊണ്ടാണ് അവരെ എടുത്തു പറയുന്നത്. അതിന്റെ രണ്ട് വ്യക്തികൾ ഇപ്പോൾ JP ടോക്സിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇൻകാസിന്റെയൊക്കെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ഖാദർ ഏനുവാണ് JP ടോക്സിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് ഹൃദയപൂർവ്വം ഖാദർ ഏനുവിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. JP ടോക്സിൽ ഖാദർ ഏനു കോൺഗ്രസിന്റെ കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസത്തിലധികമായി നീണ്ടു നിന്നിരുന്ന പ്രചരണ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എങ്ങനെയാണ് വരും ദിവസങ്ങളിലെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുടെ റിസൾട്ട് വരാനിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ഖാദർ ഏനുവിന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാനുള്ളത് അല്ലെങ്കിൽ UDF പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാനുള്ളത് എന്ന് കേൾക്കാം. ശ്രീമാൻ ഖാദർ ഏനു, താങ്കൾക്ക് JP ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. താങ്ക് യു മിസ്റ്റർ ജമാൽ. കഴിഞ്ഞ 2 മാസക്കാലം UDF പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളും സജീവമായി വളരെ നേരത്തെ തന്നെ UDF സീറ്റ് വിഭജനമൊക്കെ പൂർത്തീകരിച്ച് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാ വാർഡുകളിലും അതത് വാർഡുകളിലേക്ക് ആപ്റ്റായിട്ടുള്ള ആളുകളെ കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും തിരഞ്ഞെടുത്ത് നല്ല ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ എല്ലാ വാർഡുകളിലുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. തീർച്ചയായിട്ടും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം എല്ലാ വാർഡുകളിലും ചെല്ലുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി അടക്കം അല്ലെങ്കിൽ പ്രവർത്തകരെ അടക്കം അവരുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം മാറഞ്ചേരി മാറണം എന്നുള്ള ഒരു ക്യാമ്പയിൻ അവിടെ മൊത്തത്തിൽ ആളുകളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. ഭരണവിരുദ്ധ തരംഗം തന്നെ മാറഞ്ചേരിയിലും വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. UDF എത്ര സീറ്റുകൾ നേടുമെന്നാണ് ഇപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഏകദേശം ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം നിങ്ങൾക്ക് എത്ര സീറ്റുകളോ നിങ്ങൾക്ക് നേടിയെടുക്കാനാവും? UDF സംബന്ധിച്ച് കഴിഞ്ഞ 2 ടൈം സാങ്കേതികമായി ഒരു ഭരണത്തിലേക്കാണ് LDF പോയത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണസമിതിയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള ഒരു മെജോറിറ്റി കിട്ടിയില്ല. എന്നാൽ കൂടി ഇപ്രാവശ്യം സീറ്റ് വിഭജനം കഴിഞ്ഞപ്പോൾ 22 സീറ്റ് മാറഞ്ചേരി പഞ്ചായത്തിലുണ്ട്. ഏകദേശം ഒരു 14-15ഓളം സീറ്റുകൾ നേടി UDF ഇപ്രാവശ്യം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് ഭരണം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ആ പ്രതീക്ഷക്കൊത്ത് പറയാൻ കാരണം ഇവിടുത്തെ ഭരണസമിതി കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷത്തെ ഭരണം എടുത്തു നോക്കിയാൽ തന്നെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതി ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, കോവിഡ് കാലത്തൊക്കെ പല പരാതികളും ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്ത് പ്രതിപക്ഷം എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഭരണം നടത്തി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് മെജോറിറ്റി കിട്ടിയില്ല, ഞങ്ങൾ പ്രതിപക്ഷത്തായി. ഞങ്ങൾ പ്രതിപക്ഷത്താവുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒട്ടനവധി സമരങ്ങൾ ഈ പഞ്ചായത്തിന് മുന്നിൽ ഞങ്ങൾ നടത്തി. ജനങ്ങളോടൊപ്പം നിന്ന് പല വാർഡുകളും ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ള നല്ലൊരു പ്രതീക്ഷയും ഒരു കാഴ്ചപ്പാടും ഞങ്ങൾക്കുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ പ്രാവശ്യം മാറണം മാറഞ്ചേരി എന്നുള്ള ക്യാമ്പയിൻ
ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ നിർത്തിയിട്ടുള്ള ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികൾ കഴിവുറ്റ അല്ലെങ്കിൽ കഴിവുള്ള മാറഞ്ചേരിയുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നാൽ അവരുടേതായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഇച്ഛാശക്തി അവർക്ക് നൽകുകയും ജനങ്ങൾക്ക് വേണ്ടി അവർ ജോലി ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അവർ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഇപ്രാവശ്യം പഞ്ചായത്ത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് UDF ഭരിക്കുന്നുള്ളത്. ഇന്ന് കൊട്ടിക്കലാശം കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഞങ്ങൾ വലിയ ഷോ വർക്കൊന്നും പോകാതെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് വീടുകളിൽ കയറി ചെന്ന് അവരുമായി സംസാരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചകളെ ഭരണവിരുദ്ധ തരംഗത്തിലൂടെ ഞങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ വലിയ ഷോ വർക്കൊന്നുമില്ല. ഇന്ന് മാത്രമാണ് ഞങ്ങൾ മാറഞ്ചേരിയിലും കുണ്ടടത്തും ഓരോ കൊട്ടിക്കലാശം നടത്തി ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഞങ്ങൾ വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അവരെ ബോധ്യപ്പെടുത്തുകയും അതിലൂടെ ഞങ്ങൾ ഈ ത്രിതല പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ മുഴുവൻ ജയിപ്പിച്ചെടുത്ത് മാറഞ്ചേരി ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിലടക്കമുള്ള മാറഞ്ചേരി ഡിവിഷനിൽ മാറഞ്ചേരിക്കാരിയായ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും 3 ബ്ലോക്ക് ഞങ്ങൾ നേടിയെടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15ഓളം സീറ്റ് UDF നേടിയെടുക്കും ചെയ്യുമെന്നുള്ളതിന് ഒരു തർക്കമില്ല. ഇത്തവണ നിങ്ങൾ സീറ്റ് നേടിയെടുക്കുന്നതിനായി ഒരു അവിശുദ്ധ സഖ്യം രൂപീകരിച്ചു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ അലയൻസ് ആണ് നിങ്ങൾക്കെതിരെയുള്ള പ്രധാന ആരോപണം. ഈ വിഷയത്തെ എങ്ങനെയാണ് UDF കാണുന്നത്? തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അതിൽ വോട്ട് ചെയ്യുന്ന ആളുകളെ അവരുടെ രാഷ്ട്രീയം ഞങ്ങൾ നോക്കാറില്ല. അത് ആരും നോക്കുന്നില്ല. സംസ്ഥാനത്ത് എടുത്തു നോക്കിയാൽ തന്നെ ഈ ചില പഞ്ചായത്തുകൾ കാലങ്ങളായിട്ട് ഭരിച്ച് ജനങ്ങൾക്ക് കിട്ടാത്ത സൗകര്യങ്ങൾ അത് ജനങ്ങളുടെ ഇടയിൽ അവർ വളരെയേറെ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില സംഘടനകൾ ഞങ്ങൾ ഒരിക്കലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചിഹ്നത്തിൽ ഞങ്ങൾ ഒരു സ്ഥലത്തും മത്സരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടതില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി വ്യക്തമായ പരസ്യമായ ധാരണയിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. അത് വ്യക്തമാക്കുന്നതായിരുന്നു ആ 2 വാർഡുകളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കാരണം സംസ്ഥാന നേതൃത്വം നേരിട്ട് വന്നാണ് UDF എല്ലാവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. വെൽഫെയർ പാർട്ടിയാണ്. ആദ്യഘട്ടത്തിൽ വെച്ച ബോർഡുകൾ 2ഉം വെൽഫെയർ പാർട്ടി പിന്തുണക്കുന്ന UDF സ്ഥാനാർത്ഥി എന്നായിരുന്നു. പിന്നീട് അത് മാറ്റുകയാണ് ഉണ്ടായത്. അല്ല, UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ അവിടെ വെൽഫെയറിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന ഇതിലാണ് ആദ്യഘട്ട പോസ്റ്റർ പ്രദർശനവും ആദ്യത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നത്. അല്ല, UDF കമ്മിറ്റിയിൽ അങ്ങനെ ചർച്ച വന്നിട്ടില്ല. UDF സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അത് ഏത് പാർട്ടിയിലാണെങ്കിലും ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഏത് പാർട്ടിയാണ് നമുക്ക് വോട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ LDF മുന്നണി തന്നെയുള്ള ആളുകൾ നമുക്ക് വോട്ട് ചെയ്യും. അതേപോലെ തന്നെ BJPക്കാരെ ചിലപ്പോൾ നമുക്ക് വോട്ട് ചെയ്യും. ഞങ്ങൾ ഒരിക്കലും അവരുടെ സ്വാധീനം വെച്ച് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റി എന്നുള്ള രീതിക്ക് ഞങ്ങൾ പോയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുടെ വോട്ട് എല്ലാ കാലത്തും വാങ്ങിയിട്ടുണ്ട്. CPM പല സമയത്തും വോട്ട് വാങ്ങിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ സോളിഡാരിറ്റി എന്ന രീതിയിൽ തന്നെ ഗുരുവായൂർ നിയോജക മണ്ഡലം ബൈ ഇലക്ഷൻ 95 സോളിഡാരിറ്റിയുടെ പരസ്യമായ പിന്തുണ നേടിക്കൊണ്ടാണ് അന്ന് PT കുഞ്ഞുമുഹമ്മദ് ഗുരുവായൂരിൽ മത്സരിച്ച് ജയിച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒറ്റപ്പാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ പരസ്യമായി PDPയുടെ പരസ്യമായ പിന്തുണ നേടി സ്റ്റേജ് പങ്കിട്ടുകൊണ്ടാണ് CPM അന്ന് ആ വോട്ട് വാങ്ങിച്ചത്. CPM പല സമയങ്ങളിലും വർഗീയ കക്ഷികളുടെ വർഗീയ പാർട്ടികളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് കുറ്റിപ്പുറത്ത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഅദനി വന്ന് പിണറായി വിജയന്റെ സ്റ്റേജ് പങ്കിട്ടത്. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോ മഅദനി അന്ന് വെച്ച മുദ്രാവാക്യം വർഗീയത തന്നെയാണ്. ആ വർഗീയതയെ താലോലിച്ചുകൊണ്ടല്ലേ CPM ഇത്രയും കാലം സംസ്ഥാനത്തും പ്രാദേശിക തലത്തിലൊക്കെ ഒരുപാട് കൂട്ടുകൾ ഉണ്ടാക്കിയത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അത് വേണ്ടെന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് PDP ഉൾപ്പെടെയുള്ള ഇവിടെ മത്സരിക്കുന്ന SDPI PDP പോലുള്ള സഖ്യത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ ആ സംഘടനകളുടെ ഒന്നും വോട്ടുമായി അലയൻസ് ഉണ്ടാക്കാതിരുന്നത്? ഞങ്ങൾ ഒരിക്കലും അലയൻസ് രൂപത്തിലല്ല, തികച്ചും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള പല പാർട്ടിയിലും പ്രവർത്തിക്കുന്ന വെൽഫെയറിന്റെ അലയൻസ് അല്ല ഈ 2 വാർഡുകളിൽ നിന്നാണോ? വെൽഫെയറിന്റെ അലയൻസ് ഞങ്ങളെ UDFന്റെ ഏതെങ്കിലും കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പരസ്യമായ ഒരു പൊതുവേദിയിലോ UDF പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വെൽഫെയർ അത് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വിലക്കാമായിരുന്നല്ലോ. അല്ല, വെൽഫെയർ പ്രഖ്യാപിക്കുന്ന പറയുന്നത് വെൽഫെയറിന്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ആളുകൾ. അവർ കോൺഗ്രസ് പ്രവർത്തകരാണോ? അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാണ്. കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യയാണ് ഒരു 14-ാം വാർഡിൽ മത്സരിക്കുന്നത്.
അപ്പോൾ ആ നിലക്ക് ഞങ്ങൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഈ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള CPM ഭരിക്കുന്ന വാർഡുകളിലെ ഒരു ഒരു നല്ല ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ വോട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ശരി, ഞാൻ ആ വിഷയത്തിലൊരു ചോദ്യം കൂടി ചോദിച്ചു, ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വെൽഫെയറുമായി നിങ്ങൾ അലയൻസ് ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് പൊതുജന വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ വെൽഫെയറിനോടുള്ള ഈ അലയൻസിൽ ഇഷ്ടപ്പെടാത്ത നിരവധി സാമുദായിക അല്ലെങ്കിൽ മത സംഘടനകളുണ്ട്. അവർ UDF അനുകൂലിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ പ്രതിഷേധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതെങ്ങനെയാണ് വോട്ടിൽ പ്രതിഫലിക്കുക? അല്ല, ഒരിക്കലും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിഴുങ്ങാൻ നിൽക്കുന്ന ഫാസിസ്റ്റ്, അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് മോഡിയും അമിത്ഷായും നടക്കുമ്പോൾ എത്രയോ ആളുകൾ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിന് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു വർഗീയ വിധ്വംസക പ്രവർത്തനം നടത്താത്ത കാലത്തോളം, അവർ ഒരു വർഗീയമായി ഈ അടുത്ത കാലത്ത് ഒരു പ്രവർത്തനം നടത്താത്ത കാലത്തോളം അവരുടെ വോട്ട് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിനകത്ത് UDF നൽകുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ചവിട്ടി താഴ്ത്താൻ ഒരു കോൺഗ്രസ് വിരുദ്ധത ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കോൺഗ്രസ് വേണം, രാഹുൽ ഗാന്ധി വേണം എന്ന് ചിന്തിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെ കൂടെ രാഹുൽ ഗാന്ധി വെക്കുന്ന മുദ്രാവാക്യം BJP ഫാസിസം ഇവിടെ വേണ്ട, ഇവിടെ കോൺഗ്രസിന്റെ നയങ്ങളും മതേതരത്വവും ജനാധിപത്യവും പുലരാൻ വേണ്ടിയിട്ടുള്ള ഒരു തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമായി ആളുകൾ ഈ പാർട്ടിയിലേക്കും അല്ലെങ്കിൽ ഈ പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് വേണ്ടെന്ന് പറയുന്ന കാര്യം? അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സാമുദായിക നേതാക്കന്മാരും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രാദേശികമായി ആരെങ്കിലും അതിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു നയമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഒരിക്കലും അങ്ങനെ ഒരു സാമുദായിക നേതാക്കന്മാരും പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. അങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ബദൽ, ഈ ഫാസിസത്തിനെതിരെ ഉള്ള ഒരു ബദൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന അനവധി ആളുകളും നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. മാറഞ്ചേരിയിൽ ഫാസിസ്റ്റ് ഭരണമാണ് എന്നാണോ താങ്കൾ പറയുന്നത്? മാറഞ്ചേരിയിൽ ഫാസിസ്റ്റ് ഭരണമാണ് നടക്കുന്നത്? മാറഞ്ചേരിയിൽ ഫാസിസ്റ്റ് ഭരണമല്ല. മാറഞ്ചേരി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു നല്ല ഭരണം വരണം, ജനക്ഷേമകരമായ പ്രവർത്തനം നടത്തണം, നല്ല പദ്ധതികൾ വരണം, നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ, സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുടെ വോട്ട് തീർച്ചയായിട്ടും ഇത്തവണ UDF നൽകുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ? ശരി, ഒരു ഒട്ടനവധി യുവതലമുറയിൽപ്പെട്ട പതിവിന് വിപരീതമായി ഇത്തവണ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്കൊക്കെ ഒരുപാട് അവസരം കൊടുത്ത കോൺഗ്രസിന്റെ ഒരു സമീപനം നമ്മൾ കാണുകയുണ്ടായി, പ്രത്യേകിച്ച് വിശേഷം മാറഞ്ചേരിയുടെ കാര്യത്തിൽ. ഇത് എത്ര കണ്ട് ജനം സ്വീകരിക്കുന്നുണ്ട്? ഇങ്ങനെ ഒരു തീരുമാനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും യുവാക്കൾ ഉയർന്നു വരണം, വളർന്നു വരണം എന്ന് ചിന്തിക്കുന്നവരാണ് നേതൃത്വം. നിർഭാഗ്യവശാൽ ഇപ്പൊ നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ മത്സരിച്ച ആളുകൾ തന്നെ വീണ്ടും മത്സരിക്കുന്നു, അവർക്ക് തന്നെ അവസരങ്ങൾ കൊടുക്കുന്നു. ആ ഒരു രീതി മാറി ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടുപോകാൻ താല്പര്യമുള്ള യുവാക്കളെ നമ്മൾ കൈപ്പിടിച്ച് ഉയർത്തണ്ടേ? ഈ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, ഈ നാടിന് വേണ്ടി ജോലി ചെയ്യാൻ കഴിയുന്ന, ഈ നാടിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ ഉണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണെങ്കിലും അവരൊക്കെ അവസരം കൊടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ കടമ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാദേശിക ഭരണത്തിൽ അവർക്ക് പങ്കാളികളായി അവർ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരെ സമൂഹത്തിന്റെ ഏറ്റവും നന്മയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനുള്ള പദ്ധതികളും ഒരുപാട് ഒരുപാട് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും അവർക്ക് മുഖ്യ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കും യുവാക്കൾക്ക് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം UDF ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത്. കൂട്ടത്തിൽ ചെറുപ്പക്കാർ മാത്രമല്ല, UDFന്റെ സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കിയാൽ അതിൽ പ്രായമുള്ളവരുണ്ട്, മധ്യവയസ്കന്മാരുണ്ട്, യുവാക്കളുണ്ട്. യുവാക്കളെ നമ്മളിപ്പോ പരീക്ഷിക്കുന്നത് നമ്മൾ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാരും പരീക്ഷിക്കണം എന്നാണ് എന്റെ പക്ഷം. കാരണം യുവാക്കൾക്ക് രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളെ സമ്പർക്കത്തിൽ അവരുടെ സ്വന്തം വാർഡിൽ ആളുകൾക്ക് വേണ്ടി നന്മ ചെയ്യാനുള്ള ഒരു പ്രവണത വരട്ടെ എന്നുള്ള ചിന്തിക്കുന്ന ഭാഗമായിട്ടാണ് അത്തരം ആളുകൾക്ക് അവസരം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് നാളെ കഴിഞ്ഞ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഒരു 15 സീറ്റ് മാറഞ്ചേരി പഞ്ചായത്ത് ഭരിക്കുന്നതിനുള്ള 15 സീറ്റ് UDF അനുകൂലമായി ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് താങ്കൾ. ഏതൊക്കെയാണ് ആ സീറ്റ് എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അല്ല, അതിപ്പോ ഞാനത് 15 സീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഞാൻ അങ്ങനെ ഇപ്പൊ പറയുന്നില്ല. തീർച്ചയായിട്ടും നമ്മളൊരു തെരഞ്ഞെടുപ്പിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ് ഉള്ളത്. എന്തായാലും UDFന്റെ പ്രകടനം അല്ലെങ്കിൽ UDFന്റെ ആ ഒരു അവിടെയുള്ള പ്രവർത്തകരുടെ ആവേശം അത് തീർച്ചയായിട്ടും
വലിയ ഘോഷയാത്രയായിട്ടോ അല്ലെങ്കിൽ വലിയ ആർഭാടമായിട്ടോ വലിയ എന്താ പറയാ വലിയ വലിയ കാര്യങ്ങൾ പബ്ലിക്കലി ചെയ്തുകൊണ്ടിട്ടോ അല്ല നമ്മുടെ പ്രവർത്തനം. നമ്മുടെ പ്രവർത്തനം ഓരോ വാർഡുകളിലും കൃത്യമായി രാഷ്ട്രീയം പറയുകയും കൃത്യമായ വികസനം കൊണ്ടുവരാനുള്ള ഒരു തീവ്രമായ ശ്രമം നമുക്ക് ഉണ്ടാകുമെന്നുള്ള ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15ഓളം സീറ്റ് ഇപ്രാവശ്യം നമുക്ക് കിട്ടുമെന്ന് പറയാൻ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാങ്കേതികമായ 2 ടേമിൽ അവർ വിജയിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ശരി, കഴിഞ്ഞ ടേമിനെ കുറിച്ചൊരു കുറച്ച് കാര്യങ്ങൾ. കഴിഞ്ഞ തവണ UDF നഷ്ടപ്പെട്ട, നിങ്ങൾ കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ പറയാവുന്ന ചില വാർഡുകളുണ്ടായിരുന്നു. വിശേഷിച്ച് താങ്കൾ താമസിക്കുന്ന വാർഡ് ഉൾപ്പെടെ, താങ്കൾ പ്രദാനം ചെയ്യുന്ന വാർഡ് ഉൾപ്പെടെ, ആ വാർഡുകളിൽ അന്ന് സംഭവിച്ചതിന് ഇന്ന് എന്താണ് സംഭവിക്കുക? അല്ല, അന്ന് ഈ ഞാൻ നേരത്തെ ആദ്യം ഞാൻ തുടങ്ങിയത് തന്നെ ഈ പ്രാവശ്യം UDF സ്ഥാനാർത്ഥിത്വം വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നമ്മൾ അത് ചെയ്യുകയും എല്ലാവർക്കും പ്രവർത്തിക്കാനുള്ള ഒരു സമയം കൊടുക്കുകയും കൃത്യമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കുടുംബയോഗം അടക്കം നടത്തി അല്ലെങ്കിൽ കൺവെൻഷൻ നേരത്തെ നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ വാർഡിലും ഇറങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എൻ്റെ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 9ാം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെയല്ല ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തന്നെ വളരെ ദിവസം വളരെ എന്താ പറയാ, നാളെ നോമിനേഷൻ കൊടുക്കുന്ന സമയം പോലും ഇന്ന് വൈകിട്ടാണ് സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. ആ രീതിയിലാണ് അന്ന് ഞങ്ങൾക്ക് ഉണ്ടായത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് കൃത്യമായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനും അവർക്ക് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കൃത്യമായി പ്രവർത്തിക്കാനുള്ള സമയം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു പരാജയം ഇപ്രാവശ്യം ആവർത്തിക്കില്ല എന്ന് പരിപൂർണ്ണമായിട്ടും പറയാൻ പറ്റും. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ വാർഡിലെ വോട്ട് ലിസ്റ്റാണിത്. ഈ 2 ബൂത്താണ് ഞങ്ങൾക്കുള്ളത്, അസർ ബൂത്തും താമരശ്ശേരി സ്കൂൾ ബൂത്തും. കൃത്യമായി ഞാൻ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾക്ക് അവിടെ മെജോറിറ്റി അവിടെ UDF വോട്ടുണ്ട്, അവിടുത്തെ കോൺഗ്രസിന്റെ വോട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ വോട്ടുണ്ട്, പരമ്പരാഗതമായ വോട്ടും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ അവിടെ എന്ത് ചെയ്തു എന്നുള്ളത് ജനം നിശ്ചയിക്കുന്ന രീതി നമ്മളൊരു തുടർച്ചയാണല്ലോ. ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അവിടെ ജയിച്ച് ഒരു മെമ്പറായി വന്നാൽ ആ നാട്ടിലുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവർ ഇഷ്ടപ്പെട്ടു എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ അവരെ തള്ളും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കഴിഞ്ഞ 1.5 വർഷം അവിടുത്തെ LDF പ്രബല കക്ഷിയായ CPM ആ മെമ്പറെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 1.5 വർഷക്കാലം ഞങ്ങൾ കണ്ടത്. ഗ്രാമസഭയിൽ തുടർച്ചയായി UDF ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്ത് LDF കൈയടക്കിയ ഒരു സാഹചര്യമാണ് മാറഞ്ചേരിയുടെ ചരിത്രമുള്ളത്. അപ്പോൾ UDF ഭരണം തുടർച്ചയായി വന്നത് ജനം തള്ളിയത് കൊണ്ടാണോ മാറഞ്ചേരിയിൽ UDF ഭരണം നഷ്ടപ്പെട്ടത്, സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെട്ടത്, ദേശീയ തലത്തിൽ ഭരണം നഷ്ടപ്പെട്ടത്? അല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോ പറഞ്ഞതിന്റെ അതേ അർത്ഥത്തിലാണ് ചോദ്യം. ഒരാൾ സ്ഥിരമായി ഒരാൾ ഭരിക്കാൻ വന്നു, അദ്ദേഹത്തിന്റെ ഭരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ തള്ളും എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തള്ളിയതാണോ മാറഞ്ചേരിയിലെ UDF ഭരണം? അല്ല, ഞാൻ ഈ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഓരോ പ്രദേശത്തും വ്യത്യസ്ത അനുഭവം ഉണ്ടാവും. ഇപ്പൊ ഒരു പ്രദേശത്തെ UDF മെമ്പർ ആണെങ്കിൽ അവർ കൃത്യമായി ഇടപെടലുകൾ നടത്തി കൃത്യമായ ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്ത് സ്വജനപക്ഷപാതമില്ലാതെ ഭരിക്കുന്ന പഞ്ചായത്തിൽ വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുള്ള മെമ്പർമാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും വരും. മാറഞ്ചേരിയിൽ കഴിഞ്ഞ തവണ SDPI അക്കൗണ്ട് തുറന്നൊരു വാർഡ് ഉണ്ടായിരുന്നു. കാലങ്ങളായി UDF ഉറച്ച കോട്ട അല്ലെങ്കിൽ ലീഗിന്റെ ഉറച്ച കോട്ട എന്ന് പറയുന്ന ഒരു വാർഡായിരുന്നു അത്. അവിടുത്തെ UDF ജനപ്രതിനിധി കൊള്ളാത്തതുകൊണ്ട്, അവരെ ജനം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ അക്കൊല്ലം SDPIക്ക് വോട്ട് കൊടുത്തത്? അല്ല, സ്വാഭാവികമായിട്ടും എത്രയോ വർഷം CPM 400ഉം 500ഉം സീറ്റ് വോട്ടിന് ജയിച്ചിരുന്ന വാർഡല്ലേ കഴിഞ്ഞ പ്രാവശ്യം 13ാം വാർഡ്. ആ വാർഡ് കോൺഗ്രസിന്റെ കയ്യിലേക്ക് എങ്ങനെ വന്ന്? അത് സ്വാഭാവികമായിട്ടും വരും. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിൽ അവിടെ മത്സരിക്കുന്ന ആളെ കഴിവിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ 17ാം വാർഡിൽ SDPIയുടെ പ്രതിനിധി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരികയും അയാൾ ജയിക്കുകയും ചെയ്തു. അത് അതിന്റെ മുസ്ലിം ലീഗിന്റെ പോലെ UDF കഴിവുകളല്ല. ആ സാഹചര്യങ്ങൾ കൊണ്ട്, അന്നത്തെ സാഹചര്യം കൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ മറികടക്കാൻ അന്നത്തെ UDF കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലാതെ അവിടെ പരാജയപ്പെട്ട മെമ്പർമാരല്ല. ആ പരാജയപ്പെട്ട പല സമയങ്ങളിലും ചില കാര്യങ്ങളിലൊക്കെ ചില വീഴ്ചകളൊക്കെ വരുമ്പോൾ അത് ആ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ കഴിവും അവിടുത്തെ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയി അതിനെ മറിച്ചെടുക്കാൻ അല്ലെങ്കിൽ തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവണം ഏത് കമ്മിറ്റിക്കും. തൊട്ടു മുമ്പ് താങ്കൾ പറഞ്ഞത്, താങ്കളുടെ വാർഡിൽ ഉൾപ്പെടെ പറഞ്ഞ ആ കാര്യം താങ്കൾ ഇനി തിരുത്തുമോ? അപ്പോൾ LDF അവിടെ പരാജയപ്പെടുമ്പോൾ വാർഡ് മെമ്പറുടെ പരാജയമല്ല, അത് ആ സാഹചര്യം മാത്രമാണെന്ന്? അല്ല, ഞാൻ വാർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വാർഡ് മെമ്പർ ഞങ്ങളല്ല ബഹിഷ്കരിച്ചത്. LDF പ്രബല കക്ഷിയായ CPIM ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞത്, ഞങ്ങളല്ല. ഓക്കെ, ശരി. എന്തുകൊണ്ടാണ് മെമ്പറെ ബഹിഷ്കരിച്ചെന്ന് അവരാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഞങ്ങൾ പോകുമ്പോൾ പറയണത്, എന്തുകൊണ്ട് നിങ്ങൾ പഴയ മെമ്പറെ കാര്യങ്ങൾ, നിങ്ങൾ പഴയ മെമ്പറും അവിടുത്തെ LDF പ്രവർത്തകരും ഒരുമിച്ച് വീട് കയറുന്നില്ല, ക്യാമ്പയിൻ നടത്തുന്നില്ല ഞങ്ങൾ പറയണ്ടല്ലോ. ഞങ്ങൾ പല സ്ഥലത്തും ചോദിച്ച കാര്യമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളല്ല പറയുന്നത്, അവിടുത്തെ പ്രബല കക്ഷിയായ CPIM ബഹിഷ്കരിച്ചു. ഗ്രാമസഭ അടക്കമുള്ള ഓരോ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഗ്രാമസഭയിൽ പോലും മെമ്പറെ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് ഒരു മെമ്പർ വന്നിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന ആളും അങ്ങനെ ആയിരിക്കില്ല എന്നങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോഴും അവിടെ CPIM മത്സരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് പരിശോധിക്കേണ്ട അവരാണ്, ഞങ്ങളല്ല. ശരി.
ഈ പ്രചരണ രംഗത്ത് ഇപ്പോൾ എല്ലാ ദിവസവും പിന്നിട്ട് പ്രചരണം നമ്മൾ അവസാനിപ്പിക്കുന്നു. ശബ്ദ പ്രചരണം അവസാനിച്ച് നിശബ്ദത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രചരണ ഘട്ടത്തിൽ UDF നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു? പ്രചരണ രംഗത്ത് ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങൾ എല്ലാ വ്യത്യസ്തമായ വാർഡുകളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അത് കുടുംബയോഗമാണെങ്കിലും ശരി, വീട് കയറി ഇറങ്ങിയിട്ടുള്ള പ്രചരണമാണെങ്കിലും ശരി, ഓരോ വാർഡിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളും ഞങ്ങളുടെ പ്രവർത്തകരും ഒക്കെ തന്നെ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു ആരോപണം ഒരു വാർഡിൽ നേരിട്ടിട്ടില്ല. കൃത്യമായ അളന്ന് മുറിച്ച് കൊണ്ടുള്ള പ്രവർത്തനം. ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം ഒരു ദിവസത്തെ പര്യടനത്തിൽ മാറഞ്ചേരി പഞ്ചായത്തിലെ മിക്ക സ്ഥലത്തും പോയിട്ട് സംസാരിച്ച ഒരാളാണ് ഞാൻ. അവിടെ ചെല്ലുമ്പോഴൊക്കെ അവിടുത്തെ സ്ഥാനാർത്ഥികൾ വന്ന് അവിടുത്തെ കാര്യങ്ങൾ പറയാനും ആ പ്രദേശത്തുള്ള കാര്യങ്ങൾ പറയാനും ഒക്കെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്രാവശ്യം UDF ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ UDF മുന്നോട്ട് പോകുന്നുണ്ട്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരിക്കാൻ ഈ പ്രാവശ്യം അവസരം കിട്ടിയാൽ അത് എക്കാലത്തും മാറഞ്ചേരിക്കാർക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാനും പദ്ധതികൾ നടപ്പിൽ വരുത്താനും സാധിക്കുമെന്നുള്ളത് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളിയെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരു ജനപ്രതിനിധി, അതുപോലെ തന്നെ തൊട്ടുമുമ്പത്തെ ഭരണസമിതിയിലെ ഒരു ജനപ്രതിനിധി, അദ്ദേഹം ഇപ്പോൾ സ്ഥാനാർത്ഥി കൂടിയാണ്. ഇവരൊക്കെ വ്യക്തിപരമായി പല ആരോപണങ്ങളും നേരിട്ട ആളുകളാണ്. അതിലൊരാൾ ഇപ്പോൾ മത്സരിക്കുന്നു. ഇതൊക്കെ UDFനെ സംബന്ധിച്ച് UDFനെതിരെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ UDFന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്? അതിനെങ്ങനെയാണ് പ്രതിരോധിച്ചത്? അല്ല, ഒരിക്കലും ഞങ്ങളുടെ മുന്നിൽ അങ്ങനെയുള്ളൊരു വിഷയം വന്നിട്ടില്ല. കാരണം ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു വാർഡിലെ അവിടുത്തെ പ്രവർത്തകരാണ് ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക. ആ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം ആ വാർഡിന് വേണ്ട ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ തിന്മകളടക്കം ചർച്ച ചെയ്യുമല്ലോ. ഒരു വാർഡ് കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട ആ പ്രതിനിധിയാണ് മത്സരരംഗത്തേക്ക് വരിക. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തിരഞ്ഞെടുക്കുന്ന സമൂഹത്തിന് നന്മ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ചില സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തലത്തിൽ ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും കാര്യത്തിൽ വരിക, അങ്ങനത്തെ എന്തെങ്കിലും ആരോപണം തെളിയിക്കപ്പെടാതിരിക്കുന്നിടത്തോളം കാലം, അതായത് ആരെക്കുറിച്ചും ആരോപണം ഉണ്ടാക്കാം അല്ലെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തീർച്ചയായിട്ടും ഈ വാർഡ് കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിനെ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും UDF ആണെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം രംഗപ്രവേശനം ചെയ്താൽ അദ്ദേഹം ആ വാർഡിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ജനങ്ങൾ വോട്ടാക്കി മാറ്റുക. അങ്ങനെയുള്ള ജനപ്രതിനിധികൾ വരട്ടെ. കാരണം അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ രാഷ്ട്രീയമായ പകപോക്കലോ കൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ അങ്ങനത്തെ കാര്യങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. അത് വരുമ്പോഴല്ലേ നമുക്കങ്ങനെ ആരാണോ ആ ആരോപണ വിധേയൻ അങ്ങനെയുള്ള ആളുകളെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. ജനങ്ങളെ അല്ലെങ്കിൽ എതിർപക്ഷത്തു നിന്നും ഈ വിഷയത്തിൽ ഇത്തരം ആളുകളെ കുറിച്ചുള്ള വിഷയത്തിൽ ചോദ്യങ്ങൾ വന്നിരുന്നു, അല്ലെങ്കിൽ അവരത് ആരോപണമായി ചില ഘട്ടത്തിൽ മുന്നോട്ട് വന്നിരുന്നു. സ്ഥാനാർത്ഥി തന്നെ ആ വിഷയത്തിൽ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പ്രസ്തുത ആരോപണത്തിനായ സ്ഥാനാർത്ഥി ചില പരാതികളുമായിട്ട് ഒക്കെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതൊക്കെ നിങ്ങൾക്കെതിരെയുള്ള UDFനെതിരെയുള്ള ആരോപണമായിട്ടാണ് കടന്നു വരുന്നത്. ഇതിനെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? അല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നത് ഇദ്ദേഹം ആ വാർഡിലെ വേണ്ട, പഴയ കാലത്താണെങ്കിലും നിലവിലാണെങ്കിലും ആ വാർഡിന് വേണ്ട ചെയ്യുന്ന കാര്യങ്ങളും ഈ നാടിന് വേണ്ട കാര്യങ്ങളും സാമൂഹികമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഒരാളുടെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നിടത്തോളം കാലം അദ്ദേഹത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ അദ്ദേഹത്തിന് ജനങ്ങൾ നൽകുന്ന വോട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുക. ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ച് മെമ്പറാക്കി അദ്ദേഹം പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് വരുന്നത്, ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായും UDFന്റെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഒരു വാർഡാണ് SDP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന വാർഡ്. നിങ്ങൾ ഖദീജ മൂത്തേടത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ, അവിടെ നിങ്ങളുടെ അഭിമാന സ്ഥാനാർത്ഥിയാണ്, മാറഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർ വാല്യൂ ഉള്ള സ്ഥാനാർത്ഥി, അവരെ കൊണ്ടുവന്ന് SDP-ക്ക് ചെക്ക് വിളിച്ചിട്ടുണ്ട്. അവിടുത്തെ മത്സരത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വാർഡ് 21-ലാണ് ഖദീജ മൂത്തേടത്ത് മത്സരിക്കുന്നത്. നമുക്കറിയാം, മാറഞ്ചേരി പഞ്ചായത്തിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു ഖദീജ മൂത്തേടത്ത്. അത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. കാരണം ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ നാട്ടിലെ മാറഞ്ചേരി പഞ്ചായത്തിൽ കാണിച്ചു കൊടുത്ത് പ്രവർത്തിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ ആ പ്രദേശത്ത് നിന്ന് ജയിച്ചു പോയി ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്ക് വേണ്ടിയും രാവും പകലും പ്രവർത്തിച്ച് ഇന്ന് വീണ്ടും മാറഞ്ചേരി പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഇത്തരം വ്യക്തിത്വം ഖദീജ മൂത്തേടത്തിനെ പോലെയുള്ള ആളുകൾ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വരണമെന്ന് അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
തീർച്ചയായിട്ടും ഖദീജ മുത്തേടത്തിനെ പോലെയുള്ള ആളുകൾ ജയിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളെ ഉറച്ച വിശ്വാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SDP ആണെങ്കിലും PDP ആണെങ്കിലും അവിടുത്തെ UDFിൻ്റെ ഈ സ്റ്റാർ വാല്യൂ തന്നെയാണ് ഖദീജ മുത്തേടത്ത്. എന്തായാലും ഖദീജ മുത്തേടത്ത് മികച്ച ഭൂരിപക്ഷത്തിൽ അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ. UDF ഏറ്റവും കൂടുതൽ ശക്തമായ മത്സരം നേരിടുന്ന വാർഡുകൾ ഏതാണ്? ശക്തമായ മത്സരം എന്ന് പറയുന്നത് നെക്ക് മത്സരം നടക്കുന്ന ചില വാർഡുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 15ഓളം വാർഡുകൾ UDF ഇപ്രാവശ്യം നേടുമെന്ന് പറഞ്ഞതിൽ തന്നെ 1, 2, 3 വാർഡുകൾ നെക്കാണ്. അതായത് കട്ട മത്സരമാണ്. നമുക്ക് പറയാൻ പറ്റും ആര് ജയിക്കും. അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക പൊതുസമൂഹത്തിനോട് ഇന്ന വാർഡ് ഭയങ്കര മത്സരമാണെന്ന് ഞാൻ പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മികച്ച ഭൂരിപക്ഷം UDF നേടും. 15ഓളം സീറ്റുകൾ ഇപ്രാവശ്യം UDF മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ചു വരും. ബോർഡ് UDFിന്റെ നേതൃത്വത്തിൽ വരും എന്നുള്ളതിൽ ഒരു തർക്കം. 3-ാം വാർഡിലെ മത്സരത്തെ എങ്ങനെയാണ്? 3-ാം വാർഡും 4-ാം വാർഡും ഒക്കെ മികച്ച രീതിയിൽ UDF ജയിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. 12-ാം വാർഡിൽ UDFിന്റെ കാൻഡിഡേറ്റിന്റെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് LDF മുന്നോട്ട് വെച്ചത്. 12-ാം വാർഡിലെ കഴിഞ്ഞ ടൈം 2015 അഷ്റഫ് കരുവടി അവിടെ തോറ്റത് വെറും 2 വോട്ടിനാണ്. അപ്പോൾ അഷ്റഫിന് അവിടെ ഒരു സ്ഥാനമുണ്ട്. അഷ്റഫ് തൻ്റെ ഔദ്യോഗിക ജീവിതം ബാങ്കിൽ ജോലി ചെയ്യുമ്പോഴും കാലത്ത് ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം, ഞായറാഴ്ച ദിവസങ്ങളിൽ ആ വാർഡുമായിട്ടുള്ള ബന്ധമൊക്കെ അദ്ദേഹത്തിന് മികച്ച രീതിയിൽ ആളുകളെ പിന്തുണ ഉണ്ട് എന്നുള്ളത് പരിപൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ മെമ്പറായിരുന്ന വ്യക്തി തന്നെയാണ് ഇപ്രാവശ്യം CPIM നിർത്തിയിട്ടുള്ളത്. എന്നാൽ കൂടി അഷ്റഫ് അവിടെ ജയിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. UDF അതിന്റെ എല്ലാ പാർട്ടികളും പ്രചരണം പൂർത്തിയാക്കി നമ്മളിനി പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ പ്രചരണത്തിൽ നിങ്ങൾ സ്വാഭാവികമായും വോട്ടർമാരോട് നിങ്ങൾ എന്തൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത്, മാറഞ്ചേരിയുടെ ഭരണം കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ആവർത്തിക്കാം. എന്തിനാണ് UDFിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? എന്തിനാണ് UDFിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള മുന്നണി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ 25 വർഷം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരിച്ച LDFിൻ്റെ അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തണം. ഞാൻ 25 വർഷത്തിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തെ കാര്യം എടുത്ത് നോക്കുമ്പോൾ 2015-2020 ശ്രീമതി അഡ്വക്കേറ്റ് സിന്ധു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞാൻ അടച്ച് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ആ ഭരണത്തെ തരം താഴ്ത്താനോ അല്ലെങ്കിൽ ആ ഭരണത്തെക്കുറിച്ച് പിന്നെ വലിയ രീതിയിലൊന്നും പറയാൻ അവരെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ 2020-25 വർഷത്തെ ഈ ബോർഡ് യാതൊന്നും ചെയ്യാതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ഭൂരിപക്ഷത്തിൽ UDFിൻ്റെ മികച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമുള്ള ഒരു ഒരു ബോർഡിലേക്ക് മത്സരിച്ച ആളുകൾ മെജോറിറ്റി കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു. എന്നിട്ട് പോലും UDFിന് ഭരണം കിട്ടാൻ സാധിച്ചില്ല. അത് സാങ്കേതികമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം LDF ഭരിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതിക്ക് ഞാൻ പറയുന്ന 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. കൃഷിക്കാരുടെ കാര്യത്തിൽ ഈ ഭരണസമിതി എന്ത് ചെയ്തു? കൃഷി ഇവിടെ നടക്കുന്നുണ്ടോ? അത് നടത്തണോ? ആ കൃഷിക്കാരുടെ സ്ഥിതി എന്താണ്? ആ കൃഷിക്കാർക്ക് കൃത്യമായിട്ട് അവർക്ക് നെല്ലിൻ്റെ വില കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ നെല്ല് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ ഭരണസമിതി ഇല്ല. അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഭൂപ്രദേശമാണ് നമ്മുടെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പല പ്രദേശത്തും. ചേലക്കടവാണെങ്കിലും നമുക്ക് വടമുക്ക് പ്രദേശത്താണെങ്കിലും വെള്ളാഞ്ചിറ ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ആ രീതിയിൽ ഒരു മികച്ച പ്രവർത്തനം അവർക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ വ്യാപാരികൾ വളരെ നിരാശരാണ്. കാരണം അവരുടെ ഒരുപാട് കാര്യങ്ങൾ നികുതി മാത്രം വാങ്ങിക്കുന്നു, അവർക്ക് വേറെ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയും അവരുടെ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ പിന്നെ സ്ത്രീ ശാസ്ത്രീകരണത്തിന് വേണ്ടി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി ഇവിടെ നടപ്പിൽ വരുത്തിയിട്ടില്ല. കായികപരമായ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു പഞ്ചായത്ത്, ഇവിടുത്തെ ഭരണസമിതി, ഇതാ നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ സ്റ്റേഡിയം, അതിൻ്റെ 2022 പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞ് ഇന്നും അത് അതേ നിലയിൽ നിൽക്കുകയാണ്. കുറച്ച് മണ്ണിട്ടുണ്ട്, 4 സൈഡിലും കുറച്ച് കമ്പി കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടുത്തെ കുട്ടികൾ 500-600, എൻ്റെ മകനടക്കം ഇവിടുത്തെ
ഫുട്ബോൾ കളിക്കുന്ന, ക്രിക്കറ്റ് കളിക്കുന്ന, വോളിബോൾ കളിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്റ്റേഡിയം പോലും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വക ഇല്ല. മറ്റ് പഞ്ചായത്തുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കൃത്യമായിട്ട് അതുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആ കാര്യത്തിൽ ഈ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടായില്ല എന്ന് ഞാനിവിടെ നിരവധി തവണ ഞങ്ങളവിടെ സമരം ചെയ്താണ്. നിരവധി തവണ ഞങ്ങൾ ഇതിന് പരാതികൾ കൊടുത്താണ്. ഒരു പരാതിയും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. ശ്മശാനം, രോഹിത് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന സമയത്ത് 2010-2015 കാലഘട്ടത്തിൽ അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം ഉണ്ടാക്കിയ ശ്മശാനം ഇന്നും അത് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല. ആരെ ഭരിക്കുന്നത്? ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് LDF, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, സംസ്ഥാനം ഭരിക്കുന്നത് LDF. ആ നിലയിൽ ആ ശ്മശാനം ഇന്നും അവിടെ തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആളുകളുടെ വലിയ പ്രയാസം, വലിയ ഒരു പരാതിയും അവിടെ ഉണ്ട്. അത് എത്രയോ തവണ അതിനുവേണ്ടി അവിടുത്തെ മെമ്പർമാരടക്കമുള്ള പരാതി കൊടുത്തിട്ടും നിവേദനം കൊടുത്തിട്ടും അതിൽ യാതൊരു തീരുമാനം എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും പ്രവാസി മീറ്റ് നടത്തും. ഞാൻ ഒരിക്കൽ പ്രവാസി മീറ്റിൽ പങ്കെടുത്തിട്ട് ചോദിച്ചു, ഇതൊരു പ്രഹസനമായിട്ടാണോ നിങ്ങൾ കൊണ്ടുപോകുന്നത്? പ്രവാസികൾക്ക് ഒരു ഗ്രാമപഞ്ചായത്ത് വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സമാന ചിന്താഗതിയുള്ള പ്രവാസി ബിസിനസ്സുകാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടെ പല പദ്ധതികളും കൊണ്ടുവരാൻ പറ്റും. അത് ഈ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷം അല്ലെങ്കിൽ 25 വർഷമായിട്ട് അതിനൊരു വിരൽ അനക്കാൻ ഈ ബോർഡിന് സാധിച്ചില്ല. ശരി, ഇതൊക്കെ കഴിഞ്ഞ ഭരണസമിതിക്ക് നേരെയുള്ള കുറ്റപത്രമാണ്. എന്താണ് ഇതിനൊക്കെ പരിഹാരമായി UDF വോട്ട് ചെയ്താൽ ജനങ്ങൾക്ക് കിട്ടുന്നത്? പരിഹാരമായിട്ട് ഞങ്ങൾ ഒരു വാഗ്ദാനമല്ല വെക്കുന്നത്, അതിന് വ്യക്തമായ വിഷൻ ഉണ്ടോ എന്നാണ്. വിഷനുണ്ട്, ഞങ്ങൾ വിഷനുണ്ട്. UDFന്റെ പ്രകടന പത്രികയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പദ്ധതികൾ കൊണ്ടുവരിക, അതിനുവേണ്ട ഫണ്ട് കണ്ടെത്തുക, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടാണെങ്കിലും ഏത് ഫണ്ടാണെങ്കിലും കൊണ്ടുവരിക. അത് അങ്ങനെ കൊണ്ടുവന്ന് ഒരു വിഷൻ ഉണ്ട്. ഇവിടെ UDF പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ UDF കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും വേണ്ട ഈ ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ UDFന്റെ ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ ചെലുത്തും. അതിനുവേണ്ട ഒരു ഉപദേശക സമിതിയെ വെക്കും. ഈ പഞ്ചായത്തിലെ ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വന്ന അതേ കാര്യങ്ങൾ തുടർച്ചയായി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ മാറഞ്ചേരി പഞ്ചായത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ. കാരണം കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ഭരിക്കുന്ന തുടർഭരണം നമ്മുടെ നാടിന് നാശമാണ്. തുടർഭരണം നമുക്ക് ഒന്നിനും പരിഹാരമല്ല. നിങ്ങൾ മാറി ചിന്തിച്ചേ പറ്റൂ. ഈ ഭരണം ഇവിടെ നിന്ന് LDFന്റെ ഈ ഭരണം വന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഇതേപോലെ തുടരും. ആ തുടരുമ്പോൾ നിങ്ങൾ കണ്ണീരൊഴുക്കിയിട്ട് ഒരു കാര്യമില്ല. പുതിയ ഒരു ഭരണസമിതി വരട്ടെ. നല്ല ഒരു ഭരണസമിതി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലും എൻ്റെയും അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പുതിയ ബോർഡ് മുന്നോട്ട് പോകുക എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ശരി, താങ്കളുടെ വിശ്വാസങ്ങൾ ഈ നാടിന് ഗുണകരമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും JP ടോക്സിന്റെ ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്ന് UDFന് വേണ്ടി കോൺഗ്രസിനെ പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കാൻ കാണിച്ച ആ ഒരു താല്പര്യത്തിനും ഇഷ്ടത്തിനുമൊക്കെ JP ടോക്സ് വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. അപ്പോൾ JP ടോക്സിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് LDFന്റെ പ്രതിനിധിയുമായി ഇതേ വേദിയിൽ ഒരിക്കൽ കൂടി തിരിച്ചു വരാം. അതുവരെ ഒരു ചെറിയ ഇടവേള.